ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഈ ഒരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അബോർഷൻ ചെയ്ത് കളയണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെ വർഷ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഒന്നും തന്നെ അറിയുന്നില്ല താനും. എന്നാൽ സ്റ്റെപ്പിനിടയിൽ തന്നെ വർഷയുടെ കൈ തട്ടി അവിടെ ഒരു ചെറിയൊരു ഫ്ലവർ വേഴ്സ് താഴെ വീഴുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ട് ശ്രീകാന്ത് നോക്കുന്ന സമയത്താണ് വർഷ ഡാൻസ് കളിക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകാന്ത് ഇവളീ പാതിരാത്രിക്ക് എന്ത് ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്, ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വർഷ അറിയാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നേരെ രേവതി സച്ചിൻ കിടക്കുന്നത് ചെന്നതിന് ശേഷം ഇരുവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് ചോദിക്കാൻ ഇപ്പം സമയം എത്താൻ സച്ചിനെ അറിയാമോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നീ പാതിരാത്രി ഞങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല സച്ചേട്ട, മറ്റൊരു കാര്യമുണ്ട്, സച്ചേട്ടൻ എൻ്റെ കൂടെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് രേവതിയെ സച്ചിയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു വർഷ ഡാൻസ് കളിക്കുന്നത് കാണിച്ചിട്ട് പറയുന്നത്, കണ്ടില്ലേ സച്ചേട്ട, ഇവർക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് എന്തോ മാനസികമായിട്ട് എന്തൊക്കെയോ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലേ, ആരും തന്നെ ചെയ്യുന്ന കാര്യമാണ് ഈ പാതിരാത്രി 2 മണിക്ക് എഴുന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കേണ്ടതെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ സച്ചി വർഷയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് തന്നെ വർഷ കേൾക്കുന്നില്ല. പെട്ടെന്ന് സച്ചി ഉറക്കെ വർഷ എന്ന് വിളിക്കുമ്പോഴത്തേക്കും സച്ചിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് ഹെഡ്സെറ്റ് താഴെ വെച്ചതിന് ശേഷം തിരികെ നോക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാൻ സമയത്ത് ഇവരെ കാണുമ്പോൾ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയാണ് രേവതി ചേച്ചി ഇവിടെ എന്ന് ചോദിക്കുന്ന നേരത്ത് ഞങ്ങൾ ഇവൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നതാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ വർഷ ശ്രീകാന്തിനെ രൂക്ഷമായിട്ട് നോക്കാണ്ട് ശ്രീകാന്തിനെ ഒന്ന് പതറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷ പറയുകയാണ്, വേറൊന്നുമല്ല രേവതി ചേച്ചി, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും രാവിലെ എഴുന്നേൽക്കുന്ന ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് തടി തപ്പുന്നതിന് വേണ്ടിയിട്ട് മറുപടി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ നോക്കിയതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, കണ്ടില്ല അവൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, വാ രേവതി ഇവന് വട്ടാണ്, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വർഷയോട് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞിട്ട് സച്ചി രേവതി റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ശ്രീകാന്ത് രേവതി ചേച്ചി സച്ചിയായിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇരുവരും ഒന്നും കേൾക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ വർഷ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഈ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ അവരെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനെ വർക്ക് പറഞ്ഞതിന് ശേഷം തിരിഞ്ഞ് നിന്ന് വീണ്ടും ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡാൻസ് കളിയും നമ്മുടെ വർഷയുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ശ്രീകാന്തിന് എന്തൊരു പന്തികേട് തോന്നി, ഇനി ഇവിടെ കിടന്ന് ശരിയാവുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് തലേനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചിയും രേവതിയും ആവട്ടെ ഇങ്ങനെ വർഷയുടെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. നീ ഇത് എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്ക് പേടിയാ സച്ചിയായിട്ട്, അവൾക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടല്ലേ, പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യും, മാത്രമല്ല എൻ്റെ ഒരു ശത്രുവിനെ പോലെയാണ് അവൾ കാണുന്നത്, എൻ്റെ വർഷയ്ക്ക് എന്തോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആകെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്ന രീതിക്ക് തന്നെ രേവതിയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നേരത്ത് സച്ചി ചോദിക്കുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യാൻ ഇതിൻ്റെ പ്ലാനിങ് ചോദിക്കുന്ന നേരത്ത് മറ്റൊന്നുമില്ല, നാളെ നേരം വിളിക്കുന്ന സമയത്ത് രേവതി ചേച്ചിക്ക് തലവേദന എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യണം, സച്ചിയേട്ടന് പോകാൻ പറ്റത്തുകൊണ്ട് വർഷയോട് ഒന്ന് കൂടെ ചെല്ലാൻ പറയണം. ആ ഒരു സമയത്ത് ഞാനും റെസ്റ്റോറൻറ്റിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാം, അങ്ങനെ നമുക്ക് 3 പേർക്കൂടെ കൂടി വർഷയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബെഡ്റൂമിൽ വർഷ ഡാൻസ് കളിച്ച് ആകെ മടുത്തു കേട്ടോ. ഇനിയും ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല, ഇത്രയും നേരം ഡാൻസ് കളിച്ചിട്ട് അബോർഷൻ ആയാലും ഇപ്പം മറ്റൊരു മാർഗ്ഗം ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ ഇവർ സംസാരം നിർത്തുന്നുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ വർഷ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴിയിലേക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നു, വർഷ നീ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന നേരത്ത് ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്ന രേവതി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം കുടിക്കുന്നതിന് പുറത്തേക്ക് പോകുന്ന അടുക്കള അവിടെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ, എനിക്ക് മറന്നുപോയി രേവതി, ഞാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങി പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷ നേരെ അടുക്കളയിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ രേവതി ചേച്ചി വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞ അടുക്കള അവിടെയാണ് നമുക്കറിയാം, എന്നിട്ട് അവൾ പുറത്തേക്ക് പോയത് കണ്ടില്ല, അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇരുവർക്കും അത് ശരിയാണെന്നൊരു തോന്നലുണ്ടാവണം. അങ്ങനെ ഇവർ 3 പേരും കൂടെ നാളെ രാവിലെ തന്നെ വർഷയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊരു പ്ലാൻ ചെയ്യാറുണ്ട്. അതിന് ശേഷം ശ്രീകാന്തിനെ റൂമിലേക്ക് കടക്കാനായിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം ഞാൻ വർഷ വെള്ളം കുടിച്ചതിന് ശേഷം അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് പോകുന്നത് ഡാൻസ് കളിച്ചുകൊണ്ടാണ് കേട്ടോ. ഇതും കൂടെ കാണുമ്പോഴത്തേക്കും രേവതി സച്ചിയും ശ്രീകാന്ത് പറഞ്ഞത് ഏകദേശം സത്യമാണ്, ഞാൻ കൺഫേം ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്ന നേരം പോരുന്ന സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. ഫോണിൽ ഓരോ വീഡിയോസും കോമഡികളൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധി എന്നാൽ വന്ന ഉടനെ തന്നെ പത്രം എടുത്തുകൊണ്ട് പോവുകയെന്നല്ലാതെ ചന്ദ്രയായിട്ട് സംസാരിക്കാനോ ചന്ദ്ര വിളിച്ചിട്ട് കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്.
ഈ ഒരു സമയം തന്നെ ചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുക ആ ഒരു ഏലസ് തന്നെയാണ് പ്രശ്നം. ആ ഒരു ഏലസ് കെട്ടിയതിന് ശേഷമാണ് ഇവനിങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയല്ലോ ഒന്ന് അഴിച്ചു മാറ്റണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നിട്ട് ചോദിക്കുന്നത് നീ എൻ്റെ ഇത്ര കാലമായിട്ട് വലിയ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ആലോചനയില്ലാതെ ഞാനെന്ന് പറയുകയാണ്. ഈ ഒരു മഴ പെയ്യുമോ ഇല്ലയോ എന്ന് നീ എങ്ങനെ അറിയാം? നീ എന്താ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രവി ചന്ദ്രയെ കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെയാണ് ശ്രീകാന്തും സച്ചിയും കൂടി അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് വന്നതിന് ശേഷം രവിയെയും ചന്ദ്രയെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ പതിവില്ലാതെ ഇരുവരെയും കാണുന്ന നേരത്തെ രവി ചോദിക്കുന്നത് രേവതി മോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന നേരത്തെ രേവതിക്ക് ഭയങ്കര തലവേദനയാണ് അച്ഛൻ, ഇന്നലെ മുതലേ അവൾക്ക് ഭയങ്കര തലവേദനയാണ് അച്ഛാന്ന് സച്ചി മറുപടി പറയുന്നത്. നീ എന്താ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചോദിക്കുന്ന നേരത്ത് ഞാൻ അവളോട് ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞാണ് അച്ഛാ, പക്ഷെ അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കാണ് രേവതി തലവേദനയൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ വർഷയും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട്. സുധി എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന് രവി ചോദിക്കുന്ന നേരത്തെ അവനിപ്പോൾ തോന്നിയ പോലെ തോന്നിയ പോലെയൊക്കെയല്ലേ ഭക്ഷണം കഴിക്കില്ല, അവൻ്റെ ഇഷ്ടത്തിന് അവൻ എന്താണെന്ന് ചെയ്യട്ടെ എന്ന് ചന്ദ്രയും മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ശ്രീകാന്ത് വർഷയുടെ ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ പറ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി വർഷയോടായിട്ട് വർഷയെ നിനക്കൊന്ന് രേവതി ചേച്ചിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാമോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വർഷ അത് പോകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം സച്ചിയും ശ്രീകാന്തും നമ്മുടെ വർഷയും ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വണ്ടിക്ക് മുന്നിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ഇന്ന ഹോസ്പിറ്റലിലേക്കാണെന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. അവിടുത്തെ ഒരു ഡോക്ടർ എലിസബത്ത് അത് നല്ല സ്പെഷ്യലിസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് ആ ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കുന്നത് ഏത് ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന ഹോസ്പിറ്റലിലേക്കാണ് ബുക്ക് ചെയ്തേക്കുന്നതെന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. എന്നാലൊരു കാര്യം അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട് എലിസബത്ത്, അവരെ ഒന്ന് ശ്രീകാന്ത് ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി രേവതിയും ശ്രീകാന്തും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം വർഷയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന ഡോക്ടറാണല്ലോ അത്. അതുകൊണ്ട് തന്നെ 3 പേര് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങളല്ലാതെ ശ്രീകാന്ത് പറഞ്ഞു കേട്ടിട്ട് അവൻ്റെ കൂടെ തുള്ളാൻ നിൽക്കും, ഇവനാണ് ഭ്രാന്തി, ഇവൻ കാരണമാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു അവസ്ഥയിലായത് എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രീകാന്തിനെ കഴുത്തിന് പിടിക്കാൻ നേരത്തെ സച്ചി രേവതി എൻ്റെ പിടിച്ച് മാറ്റുന്നുണ്ട്. ചോദിക്കും നിങ്ങളുടെ ഇടയ്ക്ക് എന്താ പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എന്നെ ഇന്ന് ബെഡ്റൂമിൽ ഇരുന്ന് സമ്മാനിട്ട് സംസാരിക്കുക, എന്നിട്ട് മനസ്സ് തുറക്കാൻ ശ്രമിക്കുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതി രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല, നീ നിന്റെ പൂക്കൾ കൊടുക്കാൻ പൊക്കോ എന്ന് പറയുന്ന നേരത്തെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ പൂക്കളെല്ലാം കൊടുത്തോളാം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡോക്ടറുടെ വീട്ടിൽ മാത്രമേ പൂ കൊണ്ട് കൊടുക്കാറുള്ളൂ, ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വണ്ടിയുടെ കീ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചിയോടായിട്ട് വർഷം പറയുന്നുണ്ട് എന്തായാലും ഇവൻ്റെ വാക്കുകൊണ്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയതല്ലേ സച്ചിയുടെ രേവതി ചേച്ചിയും കൂടി, അതുകൊണ്ട് തന്നെ ചെറിയൊരു പണിഷ്മെൻ്റ് ആവട്ടെ, എന്നെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടിട്ട് സച്ചിയേട്ടൻ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വർഷ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് അവിടെ സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്തും വർഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിക്ക് എന്നെ സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും ഇരുവരും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഇത്രയും നേരമായിട്ട് ശ്രുതി തന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു ടെൻഷനോട് കൂടി തന്നെ ശ്രുതിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് നേരെ ഷോറൂമിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ശ്രുതിയെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം ഇരട്ടിക്കുകയും ശ്രുതിയോട് ഷോറൂമിലേക്ക് വരരുതെന്നും എന്നെ കാണാൻ ഇനി ശ്രമിക്കരുതെന്നും എനിക്കുള്ള ഭക്ഷണവുമായിട്ട് നീ വരേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് കട്ടായത്തോടു കൂടി തന്നെ പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ശ്രുതി വേഗം തന്നെ ഇതിന് മാത്രം ചെയ്യാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ്, ശ്രുതിക്കുള്ള ഭക്ഷണമായിട്ട് വന്നതാണ്, എനിക്ക് ശ്രുതി എന്ന് വെച്ചാൽ ജീവനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ശ്രുതി തയ്യാറാവുന്നില്ല. ശ്രുതി വളരെ മോശമായ രീതിയിൽ തന്നെ ശ്രുതിയോട് പെരുമാറുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടത്തോട് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ താൻ ജീവന് തുല്യ സ്നേഹിച്ച് തൻ്റെ ഭാര്യയോട് അതേ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ഇമോഷണൽ ഭാവത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ ഒരു ഭാഗത്തോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.